നമ്മളെപ്പോഴും വൃത്തിയുള്ള ആളുകളുടെ കൂടെ നിൽക്കാനാണോ അല്ലെങ്കിൽ വൃത്തിയില്ലാത്ത ആളുകളുടെ കൂടെ നിൽക്കാനാണോ നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം? എപ്പോഴും നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം വൃത്തിയുള്ള ആളുകളുടെ കൂടെ ചിലവഴിക്കുക, അവരുടെ കൂടെ സ്റ്റേ ചെയ്യുക, അവരുടെ കൂടെ സമയം ചിലവഴിക്കുക എന്നത് തന്നെയാണല്ലേ. എന്നാൽ വൃത്തിയില്ലാത്ത ആളുകളുടെ കൂടെ നമ്മൾ മാക്സിമം ചിലവഴിക്കാറില്ല. കാരണം എന്താണ്? നമുക്ക് വൃത്തി എന്ന് പറഞ്ഞാൽ വലിയൊരു സംഭവമാണല്ലേ. പ്രത്യേകിച്ച് നമ്മുടെ മലയാളീസിന് എല്ലാവർക്കും അല്ലേ, മനുഷ്യരായ എല്ലാവർക്കും എന്താ പറയുക, വൃത്തി കീപ്പ് ചെയ്തു പോകുന്ന ആളുകൾക്കൊക്കെ വൃത്തി വളരെ പ്രധാനമാണ്. എന്നാൽ പലപ്പോഴൊക്കെ നമ്മൾ മനസ്സിൻ്റെ വൃത്തിയും കൂടെ നമ്മളൊന്ന് എന്താ പറയുക, ഒന്ന് ഉഷാറാക്കി കൊണ്ടുവരണം. ശരീരത്തിൻ്റെ വൃത്തി മാത്രം പോരാ, പരിസര വൃത്തി മാത്രം പോരാ, അതൊക്കെ വേണം. അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ മനസ്സിൻ്റെ ഒരു വൃത്തി ഉണ്ടല്ലോ, മറ്റുള്ള ആളുകളെ കുറ്റപ്പെടുത്താതിരിക്കുക, ഒറ്റപ്പെടുത്താതിരിക്കുക, അതുപോലെ നിരുത്സാഹപ്പെടുത്താതിരിക്കുക, അവരെ വഞ്ചിക്കാതിരിക്കുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മനസ്സിൻ്റെ വൃത്തിയിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കാനുണ്ട്. അതുകൊണ്ട് നമ്മൾ ശരീരത്തിൻ്റെ വൃത്തിയും പരിസരത്തിൻ്റെ വൃത്തിയും അതുപോലെ മനസ്സിൻ്റെ വൃത്തിയും ഒരുമിച്ച് കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ അത് അത്രയ്ക്കും വലിയൊരു കാര്യമാണ്. അതുകൊണ്ട് മലിനമായ മനസ്സിനെ നമ്മൾ ശുദ്ധീകരിക്കുകയും ആ ശുദ്ധീകരിച്ച മനസ്സ് മറ്റുള്ള ആളുകൾക്ക് പങ്കിട്ട് നൽകുകയും ചെയ്തു കഴിഞ്ഞാൽ ആ ലഭിക്കുന്ന ആളും ഉഷാറായിരിക്കും, കൊടുക്കുന്ന നമ്മളും ഒന്നുകൂടെ ഉഷാറായിരിക്കില്ല. യാതൊരു